എല്ലാവർക്കും നമസ്കാരം. ഞാൻ സതീഷ് അറ്റിങ്ങൽ. അപ്പോൾ PSC ഹെൽപ്പ് ലൈനിൻ്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് നമുക്ക് പോവുകയാണ്. സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് സീരീസ് റെസിസ്റ്റർ കണക്റ്റഡ് വിത്ത് ഹോൾഡിംഗ് കോയിൽ ഇൻ എ DC 4-point സ്റ്റാർട്ടർ. ഒരു DC 4-point സ്റ്റാർട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. കോമ്പൗണ്ട് മെഷീൻസിനുണ്ട്, കോമ്പൗണ്ട് മോട്ടോഴ്സിനെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 4-point സ്റ്റാർട്ടർ ഉപയോഗിക്കുന്നത്. ഷണ്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം അതിൽ എന്തിനാണ് ഒരു സീരീസ് റെസിസ്റ്ററായിട്ട് ഈ ഹോൾഡിംഗ് കോയിലിനെ കണക്ട് ചെയ്തിട്ടിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ടു ലിമിറ്റ് ദ കറണ്ട് ഫ്ലോവിംഗ് ത്രൂ എ സേഫ് വാല്യൂ. ഇതിന്റെ ഇതിനകത്തുള്ള ഫ്ലോ ചെയ്യുന്ന ആ ഒരു കറണ്ടിനെ ഒന്ന് ലിമിറ്റ് ചെയ്യുക, ഒരു സേഫ് വാല്യൂയിൽ, ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ തന്നെ സേഫ് ആയിട്ട് തന്നെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതിനൊരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ 4-point സ്റ്റാർട്ടർ LAFN, L എന്ന് പറഞ്ഞാൽ ലൈൻ, നമ്മൾ പോസിറ്റീവ് കൊടുക്കുക. A എന്ന് പറഞ്ഞാൽ ആർമേച്ചറിലേക്ക് പോകാനുള്ളത്, F എന്ന് പറഞ്ഞാൽ ഫീൽഡിലേക്ക് പോകാനുള്ളത്, N എന്ന് പറയുമ്പോഴത്തേക്ക് ആ ന്യൂട്രൽ. ഇതിനകത്ത് നമുക്ക് ആ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും ഒരു റെസിസ്റ്റർ നമുക്ക് ഇതിന്റെ ഹോൾഡിംഗ് കോയിലിലേക്ക് കണക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ഈ LAF നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടർ പൊളിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മൾ പിടിച്ച് വലിച്ചു കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു പൊസിഷൻ, മെക്കാനിക്കലി നമ്മൾ മാനുവലി നമ്മൾ പിടിച്ചുകൊണ്ട് എത്തിക്കുന്ന ആ പൊസിഷൻ നമ്മൾ ഒരു സ്ഥലത്ത് വന്ന് ഇതിന്റെ ഹോൾഡിംഗ് ഒരു ഒട്ടി നിൽക്കും. ആ ഒട്ടി നിൽക്കുമ്പോൾ അവിടെ ഒരു കോയിൽ ഉണ്ടാവും. ആ കോയിലില് ഇതിന് സീരീസ് ആയിട്ടാണ് ശരിക്കും ഒരു റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നത്. ആ സീരീസ് റെസിസ്റ്റർ ആണ് ഇതിനകത്തേക്കുള്ള, അതായത് ഒരു സീരീസിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിനകത്ത് എന്തായിരിക്കും, എപ്പോഴും കറണ്ട് സെയിം ആയിരിക്കും. അപ്പൊ ആ റെസിസ്റ്റൻസിന്റെ ഇതിലൂടെ ഉള്ള കറണ്ട് അതിന് എത്രയാണോ വരുന്നത്, അപ്പൊ ആ സീരീസിലേക്ക് വരുമ്പോൾ ആ റെസിസ്റ്റർ ഉള്ള കറണ്ട് എത്രയാണോ ആ കറണ്ട് തന്നെയായിരിക്കും ഈ ഹോൾഡിംഗ് കോയിലിലേക്ക് വരുന്നത്. അപ്പോൾ ഓവർ ആയിട്ടുള്ള കറണ്ട് അതിനകത്ത് വരത്തില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് സ്പീഡ് കൺട്രോൾ മെത്തേഡ്സ് ഓഫേഴ്സ് ബിലോ നോർമൽ സ്പീഡ് ഇൻ എ DC ഷണ്ട് മോട്ടോർ? ഒരു DC ഷണ്ട് മോട്ടോറിന് സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ട് ഏതൊക്കെ മെത്തേഡുകളാണ് ചെയ്യുന്നത്? ബിലോ നോർമൽ സ്പീഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നോർമൽ സ്പീഡിനേക്കാളും കുറയ്ക്കണം. നമുക്കറിയാം ഒരു DC ഷണ്ട് മോട്ടോറിന്റെ സ്പീഡ് നമുക്ക് രണ്ട് രീതിയിൽ എക്സ്പെരിമെന്റലി, പോളിടെക്നിക്കലും ബിടെക്കിനും ഒക്കെ ചെയ്യുമ്പോൾ രണ്ട് കൺട്രോൾ മെത്തേഡ്സ് ചെയ്യുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ആർമേച്ചർ കൺട്രോൾ മെത്തേഡും മറ്റൊന്ന് ഫീൽഡ് കൺട്രോൾ മെത്തേഡും. അപ്പോൾ ആർമേച്ചർ കൺട്രോൾ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആർമേച്ചറിന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിയോസ്റ്റാറ്റ് എടുത്തു. അതുപോലെ ഫീൽഡ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫീൽഡിന് സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിയോസ്റ്റാറ്റ് ഇടുന്നു. അപ്പോൾ അതിനകത്ത് രണ്ട് പ്രശ്നമുണ്ട്. ആർമേച്ചറിന് സീരീസ് ആയിട്ട് ഇടുമ്പോൾ അത് ആ റിയോസ്റ്റാറ്റ് മാക്സിമത്തിലായിരിക്കണം. അതുപോലെ ഫീൽഡിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ റിയോസ്റ്റാറ്റ് മിനിമത്തിലും ആയിരിക്കണം. ഇപ്പൊ ഇതില് നമുക്ക് ഈ പറഞ്ഞ ഫീൽഡിൽ റെസിസ്റ്റൻസ് കൂടുമ്പോൾ, അതായത് ഫീൽഡ് റിയോസ്റ്റാറ്റ് മാക്സിമത്തിലോട്ട്, അതായത് കൂടി പോകുമ്പോൾ ശരിക്കും റെസിസ്റ്റൻസ് കുറയുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് കറണ്ട് കുറയും. അപ്പൊ അതിനകത്തുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന്റെ വേരിയേഷൻ ഉണ്ടാവും. ആ സമയത്ത് സ്പീഡ് ഭയങ്കരമായിട്ട് കൂടും. അപ്പൊ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് ബിലോ നോർമൽ സ്പീഡ്, അതായത് നോർമൽ ആയിട്ടുള്ള സ്പീഡിനെക്കാളും കുറയ്ക്കണം. അപ്പൊ നമുക്ക് എന്തായാലും ഈ പറഞ്ഞ ഫീൽഡ് കൺട്രോൾ മെത്തേഡ് അല്ല, പിന്നെ ആർമേച്ചർ കൺട്രോൾ മെത്തേഡാണ്. അപ്പൊ ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ മെത്തേഡ് ഓർ ആർമേച്ചർ റിയോസ്റ്റാറ്റ് കൺട്രോൾ മെത്തേഡ് ആൻഡ് ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ്. ആർമേച്ചറിലേക്ക് പോകുന്ന വോൾട്ടേജിനെ എങ്ങനെയെങ്കിലും കുറയ്ക്കുക. അപ്പൊ നമുക്ക് ഈ പറഞ്ഞതുപോലെ സ്പീഡ് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഇവിടെ അതിന്റെ ഇമേജ് ഉണ്ട്, ഫിഗർ ഉണ്ട്. ആ ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ആർമേച്ചർ വോൾട്ടേജ് കൺട്രോൾ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, അതായത് ആർമേച്ചറിലേക്ക് കൊടുക്കുന്ന ആ ഒരു സപ്ലൈ സോഴ്സിൽ നമ്മൾ വേരിയേഷൻ ഉണ്ടാക്കും. ഇനി അതുപോലെ ആർമേച്ചർ റെസിസ്റ്റൻസ് കൺട്രോൾ എന്ന് പറയുന്നത് വോൾട്ടേജ് സോഴ്സ് നല്ല കറക്റ്റായിട്ട് തന്നെ പോകും, പക്ഷേ ഇതിനകത്തേക്ക് ഒരു റിയോസ്റ്റാറ്റ് സീരീസ് ആയിട്ട് ഇടും, ആർമേച്ചറിന്റെ സീരീസ് ആയിട്ട് റിയോസ്റ്റാറ്റ് ഇടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് DC ജനറേറ്റേഴ്സ് ആർ യൂസ്ഡ് ഫോർ വെൽഡിംഗ് പർപ്പസ്? വെൽഡിംഗ് പർപ്പസിന് ഉപയോഗിക്കുന്ന DC ജനറേറ്റർ ഏതാണ്? നമുക്കറിയാം 3 ടൈപ്പ് ജനറേറ്റർ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് സീരീസ് ജനറേറ്റർ, 2 ഷണ്ട് ജനറേറ്റർ, 3 കോമ്പൗണ്ട് ജനറേറ്റർ. കോമ്പൗണ്ട് ജനറേറ്റർ തന്നെ 2 ടൈപ്പ് ഉണ്ട്. ക്യുമുലേറ്റീവ് കോമ്പൗണ്ടും ഉണ്ട്, ഡിഫറൻഷ്യൽ കോമ്പൗണ്ടും ഉണ്ട്. അപ്പൊ ഇതിലെ വെൽഡിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് ജനറേറ്റേഴ്സ് ആണ്.
അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വൈ ദ സീരീസ് ഫീൽഡ് ഈസ് ഷോർട്ട് സർക്യൂട്ടഡ് അറ്റ് ദ ടൈം ഓഫ് സ്റ്റാർട്ടിംഗ് ഇൻ ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടോർ. ഒരു ഡിഫറൻഷ്യൽ കോമ്പൗണ്ട് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ സീരീസ് ഫീൽഡ്, അതായത് ആർമേച്ചറിന്റെ സീരീസ് ആയിട്ട് വരുന്ന ആ ചെറിയ വൈൻഡിങ്ങിനെ ഷോർട്ട് ചെയ്ത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ്. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ പലരും ചെയ്യാറില്ല. എങ്കിലും അതിന്റെ മെത്തേഡ് ശരിക്കും പറഞ്ഞാൽ ഇതാണ്, സീരീസ് ആക്കി വെക്കണമെന്നാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ആ ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ ഡ്യൂറിങ് ആ സ്റ്റാർട്ടിങ് ചെയ്യുന്ന സമയത്തുള്ള ഇനിഷ്യൽ സ്റ്റാർട്ടിങ് സമയത്തുള്ള ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുക. അപ്പൊ അതായത് അതിനകത്ത് അതിന്റെ മാഗ്നറ്റിക് ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മൾ അങ്ങനെ ഒപ്പോസ് ചെയ്യാതെ നമ്മളത് ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെഷീനകത്തൊരു ഹൈ ജെർക്ക് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റബിലിറ്റി അവിടെ ഉണ്ടാവും. അതുപോലെ നമ്മുടെ സ്റ്റാർട്ടിങ് ടോർക്ക് എന്ന് പറയുന്നത് ഒരിക്കലും പ്രോപ്പർ ആയിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റബിലിറ്റി അല്ലെങ്കിൽ ജെർക്ക് അവിടെ ഉണ്ടാകുന്നത്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ആ സീരീസ് ഫീൽഡിനെ നമ്മൾ ഒരു സ്വിച്ച് വെച്ച് ഷോർട്ട് ചെയ്ത് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ സൂക്ഷിച്ച് ഇതങ്ങ് റിലീസ് ചെയ്ത് സീരീസ് ഫീൽഡിനകത്തേക്ക് കണക്ട് ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. What happened when a DC shunt motor started? The field rheostat was in maximum position. ഒരു DC ഷണ്ട് മോട്ടോർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫീൽഡ് റിയോസ്റ്റാറ്റ് മാക്സിമം പൊസിഷനിൽ ഇരുന്നാൽ എന്ത് സംഭവിക്കും? ഞാൻ തൊട്ട് മുമ്പേ അത് പറഞ്ഞതേ ഉള്ളൂ. കുറച്ച് മുമ്പ്, 2-3 ക്വസ്റ്റ്യൻ മുമ്പുള്ള പറഞ്ഞിരുന്നു. എന്തായിരിക്കും ഒരു ഫീൽഡ് കൺട്രോൾ മെത്തേഡ് എന്ന് പറയുന്നത്? ആ കൂട്ടുന്നതനുസരിച്ച്, റിയോസ്റ്റാറ്റ് കൂട്ടുന്നതനുസരിച്ച്, റെസിസ്റ്റൻസ് കൂട്ടുന്നതനുസരിച്ച് കറണ്ട് കുറയുകയും ഫ്ലക്സിന്റെ വേരിയേഷൻ ഉണ്ടാവുകയും അപ്പോഴത്തേക്ക് ഹൈ സ്റ്റാർട്ടിങ് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുക? അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ഇത്രയും റെസിസ്റ്റൻസ് ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലോ കറണ്ടിൽ ഹൈ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഹൈ സ്റ്റാർട്ടിങ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവന്റെ ഫ്യൂസ് മിക്കവാറും ഒക്കെ എന്തായും കത്തിപ്പോവാനോ അല്ലെങ്കിൽ മെഷീൻ ഡാമേജ് ആവാനോ വേണ്ട. അപ്പൊ സേഫ്റ്റി ഫ്യൂസ് ഉണ്ടെങ്കിൽ അത് കത്തിപ്പോവും. അതായത് ഭയങ്കരമായ സ്പീഡിൽ, ഭയങ്കര സ്റ്റാർട്ടിങ്ങിൽ അത് ജെർക്കോടുകൂടി, ഹൗണ്ടോടുകൂടി തന്നെയായിരിക്കും സ്റ്റാർട്ട് ആവുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ ഫസ്റ്റ് തിങ് ടു ഡു ദ ന്യൂട്രൽ കണക്ഷൻ ബ്രേക്സ് ഇൻ ആൻഡ് സിംഗിൾ ഫേസ് ഇൻസ്റ്റലേഷൻ? ഒരു സിംഗിൾ ഫേസ് ഇൻസ്റ്റലേഷൻ നമ്മുടെയൊക്കെ വീട് പോലത്തെ, അതായത് 3 ഫേസ് അല്ലാത്ത സിംഗിൾ ഫേസിനകത്താണെങ്കിൽ ഒരു ന്യൂട്രൽ ബ്രേക്ക് ആയിപ്പോയി, നമ്മുടെ മെയിൻസിൽ ഒരു ന്യൂട്രൽ ബ്രേക്ക് ആയി പോയി എങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. നോർമലി നമ്മൾ എന്ത് ചെയ്തിരിക്കണം? Disconnect the phase connection bus. Otherwise, the return phase will come to the breaker at end of neutral and it will be caused to shock. എന്ന് പറഞ്ഞാല് ഒരു ഫേസ് ലൈൻ അതിനകത്ത് ലൈവായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഇതൊരിക്കലും എന്ത് ചെയ്യത്തില്ല, ആ ന്യൂട്രൽ എൻഡ് 0 പൊട്ടൻഷ്യൽ ഒന്നും ടച്ച് ചെയ്യാതെ ബ്രേക്കായി നിൽക്കുന്ന കണ്ടീഷനിൽ ആ എൻഡിൽ, ന്യൂട്രലിന്റെ കട്ടായി നിൽക്കുന്ന എൻഡില് അത് റിട്ടേൺ ഫേസ് ആയിട്ട് വന്ന് കണക്ഷൻ എന്താണ് കംപ്ലീറ്റ് ആവാത്ത രീതിയിൽ ഇൻകംപ്ലീറ്റ് കണക്ഷൻ ആയിട്ട് വന്ന് റിട്ടേൺ ഫേസ് ആയിട്ട് നിൽക്കും. നമ്മൾ അതറിയാതെ ഇത് ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ പോയിന്റിൽ പിടിക്കുമ്പോൾ നമുക്ക് ഷോക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which type of motor is used in mixer grinder and what is the preliminary step to test before repair a mixer grinder? ഒരു മിക്സർ ഗ്രൈൻഡറിനകത്ത് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു മോട്ടർ ഏതാണ്? എല്ലാവർക്കും അറിയാവുന്ന യൂണിവേഴ്സൽ മോട്ടോർ അല്ലെങ്കിൽ AC സീരീസ് മോട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അത് നമ്മുടെ കയ്യിൽ ടെസ്റ്റ് ചെയ്യാൻ കിട്ടിയാൽ എന്തൊക്കെയായിരിക്കും ഇതിനകത്ത് റിപ്പയർ? അപ്പൊ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അതിനകത്തുള്ള ചില കാര്യങ്ങൾ മാത്രമായിരിക്കും ഓപ്ഷണൽ ആയിട്ട് വരുന്നത് നിങ്ങളെ ABCDയിൽ വരുന്നത്. അപ്പൊ ചിലപ്പോൾ 1-2 എണ്ണം തരും, ചിലപ്പോൾ 4 എണ്ണത്തിൽ 2 എണ്ണം തന്ന് 2 എണ്ണം തെറ്റുമായിരിക്കും. ഇപ്പൊ അതിനകത്ത് അല്ലെങ്കിൽ A, B അല്ലെങ്കിൽ BC എന്നൊക്കെ പറഞ്ഞൊക്കെ വരും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. യൂണിവേഴ്സൽ മോട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ഇനി താഴോട്ട് നമുക്ക് നോക്കാം എന്തൊക്കെ സ്റ്റെപ്പുകളാണെന്ന് നോക്കാം. ചെക്ക് ദ കോഡ് വയർ ബൈ യൂസിങ് മൾട്ടിമീറ്റർ ഓർ ലൈൻ ടെസ്റ്റർ. ഒരു സപ്ലൈയിൽ കണക്ട് ചെയ്ത ശേഷം ടെസ്റ്റ് വയറിൽ ടെസ്റ്റർ വെച്ച് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ മൾട്ടിമീറ്റർ വെച്ച് കണ്ടിന്യൂറ്റി ടെസ്റ്റ് നമുക്ക് കോഡ് വയർ ആദ്യം ചെയ്യണം. കാര്യം കോഡ് വയർ കംപ്ലൈന്റ് ആയാലും ഇത് വർക്ക് ചെയ്യാതിരിക്കാം. 2, ചെക്ക് ദ ഓവർലോഡ് ട്രിപ്പിംഗ് സ്വിച്ച്. നമ്മളെ ബോർഡിന്റെ അടിവശത്തെ ഡോർ പ്ലേറ്റ് ഇളക്കുമ്പോൾ അതിൽ തന്നെ ഒരു സ്വിച്ച് മോട്ടറിലേക്ക് പോകുന്ന സീരീസ് ലൈനിന് സീരീസ് ആയിട്ടുണ്ടാവും, ഓവർലോഡ് ട്രിപ്പിംഗ്. ആ ട്രിപ്പിംഗ് സ്വിച്ച് കണ്ടീഷൻ ആണോ എന്നുകൂടെ ചെക്ക് ചെയ്യാം. അത് എപ്പോഴും മൾട്ടിമീറ്റർ ചെക്ക് ചെയ്യുമ്പോൾ അത് എപ്പോഴും എന്താണ് കണ്ടിന്യൂറ്റി കാണിക്കണം നല്ലതാണെങ്കിൽ, ഇല്ലെങ്കിൽ അത് കണ്ടിന്യൂറ്റി കാണിക്കത്തില്ല. അടുത്തെന്ന് പറയുന്നത് അതിനകത്ത് കാർബൺ ബ്രഷോ അല്ലെങ്കിൽ അതിന്റെ ബ്രഷ് ഹോൾഡറോ എന്തെങ്കിലും ക്ലിയർ ആണോ എന്ന് നോക്കുക. അത് നമുക്ക് പുറത്ത് വെച്ചും ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ കൊണ്ടൊന്ന് നല്ല കറക്കി വിട്ടിട്ട് പെട്ടെന്ന് സ്വിച്ച്, അല്ലാതെ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്കരുത്, കറക്കി വിട്ടിട്ട് പെട്ടെന്ന് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബ്രഷ് ചെറിയ തേയ്മാനം കാര്യങ്ങൾ അതിനകത്ത് ഡിസ്കണക്ട് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പെട്ടെന്നുള്ള കറക്കത്തിലൊന്ന് ടച്ച് ആവുകയും അതായത് ബ്രഷിനകത്ത് സ്പ്രിംഗ് ഉള്ളതുകൊണ്ട്
അത് പിന്നെ അങ്ങ് വർക്ക് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഒരു നല്ല സ്പാർക്ക് വരും. ഇനി ആർമേച്ചർ റെസിസ്റ്റൻസ് ആൻഡ് കമ്മ്യൂട്ടേറ്റർ സെഗ്മെന്റ് ചെക്ക്. അപ്പൊ എന്താണ് ആ ആർമേച്ചറിനകത്തൊരു അതിന്റെ ആർമേച്ചറിന്റെ റെസിസ്റ്റൻസ്, ആർമേച്ചർ വൈൻഡിങ്ങിന്റെ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യുക. അത് ഷോർട്ട് ആവുകയാണോ അല്ലെങ്കിൽ അത് ഓപ്പൺ ആണോ എന്നുള്ളത് കണ്ടിന്യൂറ്റി ടെസ്റ്റ് വെച്ച് ചെയ്യുക. അതുപോലെ കമ്പ്യൂട്ടർ സെഗ്മെന്റുകൾ കറക്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളതും നോക്കുക. പിന്നെ അതുപോലെ ഫീൽഡ് വൈൻഡിങ് ഉണ്ടാവും. യൂണിവേഴ്സൽ മോട്ടറിനകത്ത് 2 ഫീൽഡ് വൈൻഡിങ് ഉണ്ടാവും. ആ ഫീൽഡ് വൈൻഡിങ്ങിന്റെയും കണ്ടിന്യൂറ്റിയും റെസിസ്റ്റൻസും ചെക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. What are the drawbacks of an auto transformer starter method in AC motor starting system? ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് നമ്മളൊരു മെഷീൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്, സിംഗിൾ ഫേസ് ആയാലും 3 ഫേസ് ആയാലും AC മെഷീൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്തുള്ള ഡ്രോബാക്ക് എന്താണ് എന്നാ ചോദിച്ചിരിക്കുന്നത്. നോർമലി അറിയാം, മറ്റ് സ്റ്റാർട്ടറുകളെല്ലാം സപ്ലൈ പോയാൽ, നമ്മുടെ വീട്ടിലെ പമ്പായാലും മറ്റെന്ത് സ്റ്റാർട്ടറുകളായാലും സപ്ലൈ പോയാൽ ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ആവും. പക്ഷേ ഓട്ടോ ട്രാൻസ്ഫോമർ മാനുവലി വേരി ചെയ്ത് വെക്കുന്നതായതുകൊണ്ട് തന്നെ കറണ്ട് പോകുമ്പോഴും എന്ത് ചെയ്യും, അതേ കണ്ടീഷനിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ഇപ്പൊ പെട്ടെന്നൊക്കെ കറണ്ട് പോയിട്ട് വരുന്ന സമയമാണ്, ചിലപ്പോൾ നമ്മൾ മോട്ടറൊക്കെ ലോഡിൽ നിൽക്കുന്ന സമയമാണെങ്കിൽ സഡൻ ആയിട്ട് ആ ലോഡ്, സാധാരണ നമ്മൾ ലോഡ് ഇല്ലാതെയാണല്ലോ മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, സഡൻ ആയിട്ട് ആ ലോഡ് വരികയും അതോടൊപ്പം തന്നെ അത് എന്ത് ചെയ്യുന്നു, ഹൈ കറണ്ട് ഉണ്ടാവുകയും ചെയ്യും. മെഷീൻ കത്തിപ്പോകാൻ സാധ്യത കൂടുതലാണ്. ഇങ്ങനൊരു സിറ്റുവേഷൻ നമ്മൾ സഡൻ കറണ്ട് പോയാൽ സഡൻ ആയിട്ട് ഒന്നുകിൽ മെയിൻസ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഓട്ടോ ട്രാൻസ്ഫോമറിനെ തിരിച്ച് 0 പൊസിഷനിലേക്ക്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതിക്കോട്ടെ. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്ത ഒരു ഹെൽപ്പ് ലൈൻ വീഡിയോയിലേക്ക് എത്തുന്നവരെ കാത്തിരിക്കുക. താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.